ഷൂ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിൽ നിങ്ങൾ ഒരു കാരണവശാലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കാരണം എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് അതാ ഞാൻ പറഞ്ഞത്, മുമ്പത്തെ ഹൈക്കിംഗ് ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന ഷൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ടൈറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫിറ്റ് ആണ്. പക്ഷെ അത് നമ്മൾ കുറേ നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഒരഞ്ഞിട്ട് നമ്മളെ കാല് പൊട്ടും. അങ്ങനെ പല കാരണങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ലേസ് പൊട്ടുക, അങ്ങനെ എന്താ പറയാ, നമ്മള് കോംപ്രമൈസ് ചെയ്യരുത് ഷൂസിൽ. അതെനിക്ക് മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും ബെസ്റ്റ് ഷൂസ് തന്നെ ഞാൻ വാങ്ങിച്ചു. അപ്പൊ തന്നെ നമ്മുടെ യാത്ര 50% ഓക്കെ. കാരണം സ്പെഷ്യൽ ഷൂസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു നല്ല ഷൂസ് വാങ്ങിച്ചു. അത് എന്നെ സംബന്ധിച്ചിട്ട് പിന്നെ കാലിനൊരു പ്രശ്നമേ വന്നിട്ടില്ല. എന്റെ യാത്ര പോയി തിരിച്ചു വരുന്നവരെ കാലിന് മറ്റേത് എപ്പോഴും എനിക്ക് കാലിന് ബുദ്ധിമുട്ട്, വിരലിന്റെ ഇടയിൽ പൊട്ടുക, ഇങ്ങനെ വിണ്ട് കീറുക, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരഞ്ഞിട്ടും ഇങ്ങനെ വേർത്തിട്ടൊക്കെ. ഈ ഷൂസിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉള്ളത് നമ്മുടെ പാന്റാണ്. പാന്റ് നമ്മൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര ഉള്ളിൽ തണുപ്പിന്റെ ഡ്രസ്സൊന്നും ഇടുന്നില്ല. കാരണം നമ്മൾ ബിഗിനിങ്ങിൽ എല്ലാ ക്യാബിലും തണുപ്പുണ്ടെങ്കിൽ കൂടി തന്നെ യാത്ര ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ തണുപ്പ് പോകും, നമ്മുടെ ശരീരം ചൂടാവും. അപ്പൊ നമ്മൾക്ക് എന്തൊക്കെ കുറെ വലിച്ചു വാരിയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോ ഏറ്റവും ചെറിയ രീതിയിലുള്ള ഒരു ഓവർകോട്ട് ഇടുക, അതായത് നമുക്ക് മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ബാഗിലേക്ക് തിരിച്ചു വെക്കാൻ പറ്റണം. ഭയങ്കര ഒരു ചെറുത് ഫസ്റ്റ് ഒന്ന് തുടങ്ങുമ്പോ ഒരു കിലോമീറ്റർ നിങ്ങൾ നടക്കുന്നതിനും എന്താ പറയാ, നമ്മുടെ ബോഡി ചൂടായിരിക്കും. അത് എത്ര തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ അതൊക്കെ ബിഗിനിങ്ങിലുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ ഒരു 3 to 5 ലെയർ നമുക്ക് വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും 5 ലെയർ വേണം. 3 ലെയർ ലോവർ ബോഡി, 5 ലെയർ ഡ്രസ്സ്, അപ്പർ ബോഡി ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഞാൻ പോയത്.